എങ്ങനെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് എങ്ങനെയാണ് മൈക്രോ ഫോട്ടോസ്റ്റാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധം ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പൊരു കാര്യം, ഇതൊക്കെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് ആക്കി മാത്രം നിങ്ങൾ കാണുക, വേറെ ഒന്നിനും കാണരുത്. ഇങ്ങനെയൊക്കെയാണ് ചെയ്യൽ എന്ന് മാത്രം നിങ്ങളിലേക്ക് ഞാൻ കാണിച്ചു തരികയാണ്. വേറെ ഒന്നിനും നിങ്ങൾ ഉപയോഗിക്കരുത്. അതുകൊണ്ട് തന്നെ ഇതിന് സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് പിക്സൽ ലാബ്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷനാണ് പിക്സൽ ലാബ്. സിമ്പിളായിട്ട് പറഞ്ഞത് പിക്സൽ ലാബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇൻ്റർഫേസ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് കാണാൻ സാധിക്കും. അത് ഇത്തരത്തിൽ സെലക്റ്റഡ് ആയിരിക്കും. ഇവിടെ ഡിലീറ്റിൻ്റെ ഒരു ഓപ്ഷനല്ലേ, ഈ ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ ക്ലിയറായി. ഇനി ഒരിക്കലും ഈ ഒരു ഫ്രെയിം അല്ല നമ്മുടെ ഈ ഒരു A4 ഷീറ്റിൻ്റെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തുണ്ടല്ലേ 3 ഡോട്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇമേജ് സൈസ് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കും വെടുത്തും ഹൈറ്റും ഒക്കെ. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഫുൾ ക്ലിയർ ആക്കിയിട്ട് 210 എന്ന് കൊടുക്കുക. 210 കൊടുത്ത് ഇനി ഹൈറ്റ് നിങ്ങൾ കൊടുക്കേണ്ടത് 279 നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് A4 ഷീറ്റിൻ്റെ ഒരു വലുപ്പം. ഇനി ഇതിൻ്റെ കളർ വൈറ്റ് ആക്കണം. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണാൻ സാധിക്കും, ചതുരം കാണാൻ സാധിക്കും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കളർ കാണാൻ സാധിക്കും. കളറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കളർ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റ് കൊടുക്കുക. വൈറ്റ് കൊടുത്തിട്ട് ശരി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വൈറ്റായി. ഇപ്പോൾ A4 ആയിട്ടോ. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുകളിൽ പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫ്രം ഗാലറി കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എക്സാമ്പിളായിട്ട് നിങ്ങൾക്കൊരു ഉദാഹരണമായിട്ട് ഞാൻ ഒരുപാട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ് നിങ്ങളുടെ എടുത്ത ഫോട്ടോസുകൾ ഉണ്ടാകില്ലേ, നിങ്ങൾ പോയിൻ്റാക്കി എഴുതിയതൊക്കെ. അന്ന് എത്തരത്തിൽ ഏത് ഫോട്ടോ ആണോ വേണ്ടത് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഭാഗം ഇത്തരത്തിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ശരി ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഏറ്റവും ചെറുതാക്കി വെച്ചാൽ അത്രയും ചെറുതായിട്ടായിരിക്കും നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി അടുത്ത പേപ്പർ ഫോട്ടോ ആണെങ്കിൽ വീണ്ടും പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. ഫ്രം ഗാലറി എടുക്കുക. വീണ്ടും അടുത്തൊരു ഫോട്ടോ എടുക്കുക. വീണ്ടും നിങ്ങൾക്ക് വേണ്ട ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് ശരി ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇനി ഏത് ഭാഗത്താണോ വേണ്ടത് ഇനി അത്തരത്തിൽ നിങ്ങൾ അങ്ങനെ കൊടുക്കുക. ഇതാണ് ഒരു ഉദാഹരണം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പ്ലസ് കണ്ടില്ലേ, ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ ടെക്സ്റ്റ് കാണാൻ സാധിക്കും. ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ടെക്സ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ഇനി ഫോട്ടോ ഒന്നുമില്ല, നിങ്ങൾക്ക് എഴുതേണ്ട ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇംഗ്ലീഷൊക്കെ ആക്കി കൊടുത്തിട്ട് നിങ്ങൾ മലയാളം ഒക്കെ എഴുതുക. ഫുൾ എഴുതിയിട്ട് നിങ്ങൾ ഓക്കെ കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെറുതായിട്ടൊക്കെ ഏതെങ്കിലും മൂലയിൽ, അതായത് ഒരുപാട് എഴുത്തുണ്ടെങ്കിൽ അത്തരത്തിൽ ചെറുതായിട്ട് വെച്ച് ഇനി അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ A കാണാൻ സാധിക്കും. ഈ Aയിൽ ക്ലിക്ക് ചെയ്യുക. താഴോട്ടൊക്കെ ഇങ്ങനെ ഇതിങ്ങോട്ട് സ്ക്രോൾ ചെയ്താൽ അതിൻ്റെ കളർ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഒരു ഫുൾ കറുപ്പല്ല, അതുകൊണ്ട് തന്നെ ഫുൾ കറുപ്പ് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ഒന്നുകൂടി വലിയ ഫോണ്ട് വേണമെങ്കിൽ ഫോണ്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വലുതാക്കി കാണിച്ചു തരാം. ഇത്തരത്തിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു A4 ഷീറ്റിൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് ഇനി ഇവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എക്സ്പോർട്ട് ഇമേജ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളിവിടെ കസ്റ്റം എന്നതിൽ ആരോ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അൾട്ര ഫുൾ HD നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് അൾട്ര എന്നത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഇറ്റ് ടു ഗാലറി. ഈ ഒരു സാധനം നിങ്ങൾക്ക് ഗാലറിയിലേക്ക് എത്തി. ഇപ്പോൾ നെറ്റ് പരസ്യമൊക്കെ വരും, അതൊക്കെ ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് വേണ്ടത് വേറൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുമായി വന്നിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ സ്കാനർ പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക്, ഞാൻ ഫസ്റ്റ് ടൈമാണിത് ഡൗൺലോഡ് ആക്കണമെന്ന്, അതുകൊണ്ട് തന്നെ ഫിനിഷ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ ഫോട്ടോ കാണാൻ സാധിക്കും ഒരു പെട്ടിയിൽ. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് വരിക. ഇവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ ഇമ്പോർട്ട് ഫ്രം ഗാലറി കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിലവിൽ നമ്മൾ ഇവിടെ അലോ മീഡിയ പെർമിഷൻ എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അലോ കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ ഫോട്ടോസും ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഈ കാര്യം ഇമ്പോർട്ടായി. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ അത് ഫുള്ള് വേണമെങ്കിൽ നമ്മളിപ്പോൾ ഫുള്ളാണല്ലോ സെലക്ട് ചെയ്തത്, എഡിറ്റ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആരോ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ ഫിൽറ്റർ ഇത്തരത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ കളർ പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഒറിജിനലിനെ എടുത്തിട്ട് ശരി ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഓൾമോസ്റ്റ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് നമ്മൾ ഇനി PDF ആക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും ശരി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ സേവ് ടു കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി എക്സ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇവിടെ സേവ് കാണാൻ സാധിക്കും, ഈ സേവിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മൾ PDF തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക, PDF തന്നെയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സേവ് ടു ഫോൺ സ്റ്റോറേജ് കാണാൻ സാധിക്കും. ഇനി ഇത്തരത്തിൽ ഏതിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ താൽക്കാലികം ഞാനിപ്പോൾ സേവ് ടു ഫോൺ സ്റ്റോറേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ട ഫോൾഡറിൽ സെലക്ട് ചെയ്യാം, അതിലേക്കാണ് പിന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ SD കാർഡിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു അലാറം എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ അലോ ചെയ്ത് കൊടുത്ത് ആ ഒരു ഫയലിലേക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഡൗൺലോഡ് സെലക്ഷനിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയിട്ട് ആ ഒരു സാധനം നേരെ സെൻഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അവർ പ്രിൻറ്റ് ചെയ്തെടുത്ത് തരും. നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ ഒന്നുമില്ല, ഇങ്ങനെയാണ് ചെയ്യൽ.